ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഒരു വ്യത്യസ്തമായ ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മളൊരു വാട്ടർ ലില്ലിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ആമ്പൽ. ആദ്യം തന്നെ നമ്മൾ പൂവിൻ്റെ ഇതളുകളാണ് നിർമ്മിച്ചെടുക്കുന്നത്. അതിനായി നമ്മൾ ഗ്ലാസ്സിൽ നിന്നും ആവശ്യമായ അളവിൽ നമ്മൾ മുറിച്ചെടുക്കുന്നു. പൂവിൻ്റെ ഇതളുകൾക്ക് അല്പം കുഴിവ് കിട്ടാനായിട്ട് ഞാനിത് ഇതേ മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു സ്പൂൺ എടുത്ത് ലോ ഫ്ലെയിമിൽ ഞാൻ ഈ തെർമോക്കോൾ ചൂടാക്കി അതിനകത്ത് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു. ആവശ്യത്തിന് ഇതളുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഷേപ്പിന് വെട്ടിയെടുക്കുന്നു. അടുത്ത ഘട്ടം പെയിൻറ്റിംഗ് ആണ്. അതിനായിട്ട് ആമ്പലിൻ്റെ ഏറ്റവും അടിയിലത്തെ നിറം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായി ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറുകളാണ് ആദ്യം മുതൽ അടിക്കുന്നത്. ഓരോരോ നിറ വരുന്നതനുസരിച്ച് കളർ കൂട്ടി കൊടുക്കണം. ഏറെക്കുറെ നമ്മുടെ ഇതളുകളെല്ലാം തന്നെ പെയിൻറ്റിങ് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇത് ഉറപ്പിക്കാനായിട്ട് ഒരു ബേസ് നമ്മൾ തയ്യാറാക്കുകയാണ്. ഇതുപോലെ വെട്ടിയെടുത്തത് ഒരു കപ്പിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഇതളുകൾ നമ്മൾ ഒട്ടിച്ച് ചേർക്കാൻ പോകുന്നത്. നമ്മളിതിലേക്ക് ഓരോ ഇതളുകളായി ഒട്ടിച്ച് ചേർക്കുകയാണ്. ഏറ്റവും അടിയിലത്തെ നിരയിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം കടുപ്പം കൂടിയ കളർ എന്ന രീതിയിലേക്ക് നമ്മൾ ഒട്ടിച്ച് ചേർക്കുകയാണ്. ഇനി നമുക്ക് പൂവിൻ്റെ നടുക്കായിട്ട് വരുന്ന പോർഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ തന്നെ ആ ബോട്ടം വരുന്ന പോർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന് കുറച്ച് മഞ്ഞ പെയിൻറ്റുകൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂവ് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ആമ്പലിന് വേണ്ടിയിട്ട് 2-3 ഇലകളാണ് വേണ്ടത്. അത് നമ്മൾ ഒരു കഷ്ണം പേപ്പറിൽ നിന്നതെല്ലാം വെട്ടിയെടുത്ത് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇതോടൊപ്പം തന്നെ ഈ പൂവിന് ആവശ്യമായ തണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ട് ഞാനത് ഒഴിവാക്കി എന്നേ ഉള്ളൂ.
ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ കടിയിൽ വരുന്ന ഒരു തട്ടുണ്ട്. ആ തട്ട് അതിനകത്താണ് നമ്മുടെ പൂ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.